വൈകുന്നേരത്തെ ഒരു ചായ കുടി കണ്ടാലോ? എന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ, എപ്പോഴെങ്കിലും ഇങ്ങനെ ചായക്ക് എന്തെങ്കിലും പലഹാരം കൊണ്ടുവരുള്ളൂ. അപ്പം ഇന്ന് കൊണ്ടുവന്നത് നമ്മുടെ പഴംപൊരിയും മുട്ടബജിയായിരുന്നേ. ബേബിക്ക് കൂടുതൽ ഇഷ്ടം മുട്ടബജിയാണ്. വേദു ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും എല്ലാം കഴിക്കുന്നു, അവനും അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ പഴംപൊരിയും ഓരോ മുട്ടബജിയാണ് കേട്ടോ. അപ്പം അവൻ മുട്ടയുടെ ആ വെള്ളം മാത്രം എടുത്ത് കഴിക്കും, ബാക്കിയൊക്കെ നമുക്ക് തരികയെ. പഴംപൊരിയുടെ ഒരു കഷ്ണമാണ് കഴിച്ചത്. അപ്പം മാമ അവനോട് പറഞ്ഞു ഒരു മുട്ടബജി എടുത്ത് താടാ പറഞ്ഞപ്പോൾ അവൻ സന്തോഷപൂർവ്വം പഴംപൊരി എടുത്തു കൊടുത്തു. പിന്നെ ഇതാ മുട്ടബജി എടുത്തു കൊടുത്തു കേട്ടോ. പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടിയാണ്, ഗുഡ് ബോയ്. പിന്നെ ഇത് അമ്മമ്മയ്ക്ക് എടുത്ത് കൊടുക്കും. ഞാനൊക്കെയുള്ളത് ഒരു മുട്ടബജി എടുത്തു. ബേബിക്കുള്ളത് ഞങ്ങൾ വേഗം തന്നെ മാറ്റി വെച്ചു കേട്ടോ. സ്കൂൾ വിട്ട് വന്നാൽ കൊടുക്കുക വിചാരിച്ചിട്ട് ഒരു പഴംപൊരി ഒരു മുട്ടബജി മാറ്റി വെച്ചു. മുട്ടബജി കുഴപ്പമുണ്ടായിരുന്നില്ല, അതുപോലെ പഴംപൊരി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്ലാസ് ചായയും കുടിച്ചു കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കലൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പലഹാരം കൊണ്ടുവന്നാൽ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചായ കൂടി ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.